Hello guys, welcome back to Flying Freakies. It's me Kiran. It's me Reshma. ഇന്ന് നമുക്കൊരു യൂട്യൂബേഴ്സ് മീറ്റ് ആണ്. ഒരു ഫാമിലി മീറ്റപ്പ്. അതെ, ഒരു ചെറിയൊരു ഫാമിലി മീറ്റപ്പ് ആണ്. ആക്ച്വലി ഇത് മലപ്പുറത്താണ്. ഒരു റിസോർട്ടാണ്, എമറാൾഡ് എന്നാണ്. അപ്പോൾ നമ്മളിപ്പോൾ അങ്ങോട്ട് പോണ വഴിയാണ്. നമുക്ക് ഫസ്റ്റ് ആയിട്ട് ഇപ്പോൾ നമ്മൾ എടപ്പള്ളിയിലെത്തി. അവിടെ എത്തിയപ്പോഴാണ് നമുക്ക് ഇൻട്രോ എടുക്കുന്ന കാര്യം ഓർത്തത്. സോ നമുക്ക് ഇവിടുത്തെ നേർച്ചയൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് ഓൺ ദ വേ ആണ്. ഇപ്പോൾ ടൈം 5 AM മോർണിംഗ് ആണ്. നമുക്ക് അവിടെ വരുന്നത് ഒരു 10 മണിക്കാണ് അവിടെ പരിപാടി സ്റ്റാർട്ട് ചെയ്യണത്. ഓൾമോസ്റ്റ് 5 PM വരെ ഉണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ചു വരാനുള്ള പ്ലാനാണ് ഇന്ന് വരുന്നത്. സോ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. സോ നമ്മളിവിടെ എടപ്പള്ളി വന്നിട്ട് നേർച്ചിടുവാണ്. ഇവിടെ നമ്മുടെ പ്രെയർ കഴിഞ്ഞിട്ടാണ് നമ്മൾ പോകുന്നത്. ഇനി നമ്മൾ തൃശ്ശൂരെ സ്റ്റോപ്പ് ചെയ്യണം. തൃശ്ശൂരിൽ നമുക്കൊന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും. രാവിലെ വിശപ്പ്. അതെ, എനിക്ക് കാലത്തെ വിശപ്പ് തുടങ്ങി. ഇതാണ് കാലത്ത് കഴിഞ്ഞിട്ടുള്ള പ്രശ്നം. സോ നമുക്ക് അവിടെ ചെന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് പിന്നെ ബാക്കി കണ്ടിന്യൂ ചെയ്യണം. അപ്പൊ നമ്മളിപ്പോ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ കറിയേക്കാണ്. ഒരാള് ഇഡ്ലി, വട, പിന്നെ എന്തൊരു സ്വീറ്റ് ഉണ്ടല്ലോ, അത് എൻ്റെ കൂടെ ഉള്ളതാണേ. എനിക്ക് തോന്നുന്നു മറ്റേ കേസരി അങ്ങനത്തെ എന്തോ ഇതാണ്. എങ്ങനെയുണ്ട് കിനു? നല്ലതാണോ? ഓക്കെ, ഞങ്ങള് ഇവിടെ ഒരു റെസ്റ്റോറൻറ്റിലാണ്, വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റിലാണ് കറിക്കുന്നത്. ഞാൻ എൻ്റെ ഇതിന് വേണ്ടി വെയിറ്റിംഗ് ആണ്. ഞാൻ ഗീ റോസ്റ്റ് ആണ് പറഞ്ഞത്. ഇനി അത് വരണം. ഐ തിങ്ക് എൻ്റെതാണ് ഈ വരുന്ന ഗീ റോസ്റ്റ്. കിനു, എനിക്ക് തൊപ്പി വന്നു. തൊപ്പി കണ്ടാ? എന്റെ ദോശ, പിന്നെ വടയും ഉണ്ടായിരുന്നു കേട്ടോ. ഈ ഹോട്ടലിലെ ഫുഡ് നല്ലതായിരുന്നു, പക്ഷെ ഒരു വൃത്തിയായിട്ടൊരു സ്ഥലമാണ്. ആരും കേറാൻ നിൽക്കരുതൊന്നും അല്ല. കസ്റ്റമേഴ്സ് വാഷ്റൂമിലേക്ക് പോകുമ്പോ, അതായത് നമ്മൾ കൈ കഴുകാൻ എന്തിനു പോകുമ്പോൾ അറ്റ്ലീസ്റ്റ് ഡോർ തുറന്നു നോക്കണം അവര് അവിടെ താഴെ തുടച്ചിട്ടുണ്ടെന്നുള്ളത്. ഇവരതൊന്നും വെക്കാതെ നേരെ അടച്ചു വെച്ചേച്ച്, എന്നുവെച്ചാൽ അകത്തൂടെയാണ് കേറുന്നത്. അപ്പൊ ഫസ്റ്റ് ഡോർ തുറന്നത് ഞാൻ സ്ലിപ്പ് ചെയ്തു പോണു. അപ്പൊ ഞാൻ വിചാരിച്ചു ഇനി എന്റെ ഷൂവിന്റെ കുഴപ്പമായിരിക്കും എന്ന് കരുതി. ഞാൻ പുതിയ ഷൂ ഇട്ടോണ്ടാന്ന് കരുതി. അപ്പം പിന്നെ എന്നെ കിരൺ പിടിച്ച് എണ്ണിപ്പിച്ചപ്പോഴത്തേക്കില്ലേ, കിരണും വീണു. അപ്പൊ എനിക്ക് മനസ്സിലായി എന്റെ ഷൂവിന്റെ കുഴപ്പമില്ല, അവരുടെ കുഴപ്പം. ഞങ്ങള് നിലത്ത് നോക്കിയപ്പോ നിറച്ച് വെള്ളം. ഒന്ന് ഓർത്തെ, എന്നിട്ട് ഒരിത് കാണിക്കാൻ പോലും പരിഗണന കാണിക്കാത്ത ആൾക്കാരാണ് ഇവിടെ. അതുകൊണ്ട് എന്താ വരുന്ന എന്റെ പേര്? ആര്യഭവൻ പ്യൂർ വെജിറ്റേറിയൻ എന്ന് ഞാൻ എഴുതിയേക്കുന്നത്. നമ്മുടെ തൃശ്ശൂർ സർക്കിൾ കഴിഞ്ഞിട്ട് വരുമ്പോ എന്തായാലും ഇതിന്റെ ഡിസ്ക്രിപ്ഷനിൽ ഇതിന്റെ ഹോട്ടലിന്റെ ഡീറ്റെയിൽസും ഇട്ടേക്കാം. വളരെ മോശം പ്രതികരണം, അതിനെക്കാട്ടി മോശം. എന്നാ അവര് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാന്നോ ഒന്നുമില്ല. അതായത് എന്റെ കൈക്ക് ഷോൾഡർ നല്ല വേനയും മുട്ടിന് നല്ല വേനയാ. പക്ഷെ ഒരു എന്താ പറയാ, അത് നമ്മളുടെ തെറ്റല്ല എന്നുള്ള രീതിയിലാണ് അവർ പറഞ്ഞത്. ഏതാണ്ട് നമ്മൾ കൊണ്ടുവന്ന് വെള്ളം ഒഴിച്ചിട്ട് അതിന്റെ പുറത്ത് വീണ പോലെയാ. ഇപ്പൊ ഒരു പ്രഗ്നന്റ് ലേഡി ആണ്. ഇപ്പൊ അത് വീണെങ്കിൽ ഇവരെന്താ പറയണേ? ഒന്നും പറയില്ല. ഇവര് പറയും നമ്മുടെ കുഴപ്പമാണെന്നേ പറയുള്ളൂ. നൈസായിട്ട് നമ്മുടെ കാറിന്റെ ഫോട്ടോ എടുത്തിട്ടുണ്ട്, നമ്മൾ എന്തോ ഇടുന്നു കരുതിയിട്ട്. ഓക്കെ, സോ നമ്മളിപ്പോ എമറാൾഡ് ഹോട്ടൽ ആൻഡ് റിസോർട്ടിലാണ് എത്തിയിരിക്കുന്നത്. ഇതാണ് റിസോർട്ട്. സോ നമ്മളിപ്പോ ഉള്ളത് റിസോർട്ടിന്റെ ഉൾഭാഗമാണ്. ഇതാണ് റിസപ്ഷൻ വരുന്നത്. സോ നമ്മളിവിടെ വരുമ്പോൾ തന്നെ നമുക്ക് കുറച്ച് വെൽക്കം ഡ്രിങ്ക് ഉണ്ടായിരുന്നു. സോ ഈ വെൽക്കം ഡ്രിങ്ക് കഴിച്ചിട്ടാണ് എല്ലാവരും അകത്തേക്ക് കയറുന്നത്. ഇവിടെ നമുക്ക് ആക്ച്വലി പരിചയം ആരുമില്ല. നമുക്ക് റിസോർട്ടിൻ്റെ ഫ്രണ്ട് ഭാഗം നമ്മൾ കണ്ടായിരുന്നു. ഇപ്പോൾ ഉള്ളിലേക്ക് വരുമ്പോഴുള്ള ഒരു ഭാഗമാണ് കേട്ടോ. ഇവിടെ നമുക്ക് സ്വിമ്മിങ് പൂൾസ് വരുന്നുണ്ട്. പിന്നെ നമുക്ക് ചെറിയ ഹട്ടായിട്ടാണ് പിന്നെ ഓരോ സ്ഥലം വന്നേക്കുന്നത്. ഇവിടെ ഒരു റെസ്റ്റോറൻറ്റ് പോലെയാണ് കാണുന്നത്, പക്ഷെ എന്താണെന്ന് എനിക്കറിയില്ല. റെസ്റ്റോറൻറ്റ് ആയിരിക്കുള്ളൂ, കാരണം ആൾക്കാരോട് നിന്നിട്ട് ഫുഡ് കഴിക്കുന്നുണ്ട്. ഇവിടെ ആൾക്കാരൊക്കെ നിൽക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് ആരും പരിചയമില്ല. ഇവിടെ വന്നിട്ടാണ് പരിചയപ്പെടേണ്ടത്. എല്ലാവരും യൂട്യൂബേഴ്സാണ്. നമ്മളിപ്പോൾ പോകേണ്ടത് വി ക്രിയേറ്റേഴ്സ് മീറ്റപ്പ് എന്നുള്ള ഇതാണ്. അപ്പോൾ ആക്ച്വലി ഇത് ബ്ലൂ ലാൻഡ് എന്ന് പറഞ്ഞ ഒരു ഏരിയയിലേക്കാണ് നമുക്ക് പോകുന്നുണ്ട്. അത് പോകുന്നത് ഈ ഒരു വഴി കൂടെയാണ്. നമുക്കിവിടെ കണ്ടായിരുന്നില്ലേ, റിവർ വ്യൂ ഹാൾ, ബ്ലൂ ലാൻഡ്. സോ നമുക്ക് ഇതിലാണ് നമുക്ക് കണ്ട് പോകേണ്ടത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഞാൻ കേട്ടോ
ഇത് റെസ്റ്റോറൻ്റ് ആണ്. അപ്പോൾ റെസ്റ്റോറൻറ്റിൻ്റെ ഉള്ളിലേക്ക് പോകേണ്ട വഴി ഇതിലേക്കാണ്. നമുക്ക് നോക്കാം എങ്ങനെയാണ് ഉള്ളിൽ കയറാൻ പറ്റുമോ ഇല്ല എന്നുള്ളത് നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് നോക്കാം കേട്ടോ. കാരണം നമ്മളിവിടെ വന്നതുള്ളല്ലോ, നമുക്കറിയില്ല അങ്ങനെയൊക്കെ ഇവിടുത്തെ സ്ഥലങ്ങളൊക്കെ ഒന്നും. നമുക്ക് ഇവിടുത്തെ സ്ഥലങ്ങളൊക്കെ ചുറ്റി കാണിക്കാനുള്ള ഒരു ഇതാണ് കേട്ടോ. ഇപ്പം ഇതൊരു കാടും ആക്ച്വലി ഒരു റിവർ സൈഡും ഉള്ള ഒരു റിസോർട്ടാണ് വരുന്നത്. സോ ഇതൊരു മറ്റൊരു ബിൽഡിംഗ് ആണ്. ഇത് നല്ലൊരു ഭംഗിയുണ്ട്, ഒരു പഴയൊരു സ്റ്റൈലിലാണ് ഇത് കെട്ടിയേക്കണത്. അപ്പോൾ എനിക്കൊണ്ടത് പഴയത് തന്നെ ആയിരിക്കാം. അത് നിലനിർത്തിക്കൊണ്ടാണ് ഈ ഒരു റിസോർട്ട് വന്നേക്കുന്നത്. ഒരു വിൻറ്റേജ് ഹെറിറ്റേജ് ലുക്ക്. പിന്നെ ഈ സൈഡിലേക്ക് വരുമ്പോൾ ഒരു ചെറിയ ഒരു പ്ലേ ഏരിയ ഉണ്ടാവും. നമുക്കിവിടെ ഊഞ്ഞാലയും പിള്ളേർക്ക് കളിക്കാൻ പറ്റിയ സ്വിങ്ങിങ്ങും എല്ലാം ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പോൾ പിള്ളേർക്ക് വന്നാലും അവർക്കൊരു എൻ്റർടൈൻമെൻറ്റ് പോകുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞില്ലായിരുന്നോ ഹട്ടായിട്ടാണെന്നുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഇവിടെ വരുന്നത്. അപ്പോൾ ഒരു ചെറിയൊരു വില്ല പോലെയായിട്ട് വെച്ചേക്കുവാണ് ഇവിടെ. സോ ഇവിടെ വന്നേക്കണത് ഇവിടെ ഗെയിംസ് കളിക്കാൻ വേണ്ടി ക്യാരംസ്, ബില്ലിയാർഡ്, പിന്നെ സൈക്ലിങ് ഇതൊക്കെ ചെയ്യാൻ പറ്റിയ ഒരു ഏരിയ ആണ് നമുക്ക് കാണുന്നത്. സോ ഇതിൻ്റെ ശരിക്കും പറഞ്ഞാൽ ഒരു വെള്ളത്തിൻ്റെ നടുക്കാണ് നിർത്തിയേക്കണത് ഈ സ്പേസ്. സോ നമുക്ക് ഉള്ളിൽ ചെന്ന് നോക്കാവേ എന്തൊക്കെയാണെന്നുള്ളത്. ഇപ്പോൾ എയറോബിക് ചെയ്യണമെങ്കിൽ അവർക്ക് അത് വേണമെങ്കിൽ ചെയ്യാം. സോ ബില്ലിയാർഡ് വരുന്നുണ്ട്, പിന്നെ ക്യാരംസ് കളിക്കാനായിട്ട് ഒരു ഏരിയ ഉണ്ട്, പിന്നെ ഒരു ചെറിയൊരു സിറ്റിംഗ് ഏരിയ, ഒരു ടേബിളൊക്കെ ഇട്ടിട്ട് ഉള്ളൊരു ഏരിയ ഉണ്ട് ഇവിടെ. അതേപോലെ ഒരു മുടുക്കൊരാൾ ഇരിപ്പുണ്ട്. പുള്ളിക്കാർക്ക് കാലൊക്കെ വേദനയായിട്ട് നിൽക്കുവാണ്. അത് നടന്ന് മതിയായി. വേറെ ഒന്നുമല്ല, കാല് അവിടെ വീണല്ലോ, അതിൻ്റെ ഒരു വേദനയാണ് ആൾക്ക്. സോ ഇവിടെയാണ് പിള്ളേർക്ക് ഊഞ്ഞാടാനായിട്ട്. ഇപ്പോൾ ക്ലോസ് ലുക്കാണ് വെച്ചേക്കുന്നത്. ഇപ്പം ഞങ്ങളൊക്കെ 4 മണിക്ക് ഓടേണ്ടി വരും. ഒന്നാമത് റോഡും റൂമുണ്ട്, താമസിച്ചിട്ട് പോകാം. 3 ഉണ്ട്. ഒന്ന് പലതിനകത്ത് പല റേറ്റാ. അതും അതാ നേരത്തെ. സോ ഞാൻ നേരത്തെ പറഞ്ഞത് ഇതാണ് റിവർ സൈഡ് പോകുന്നത് വേ. സോ ഇതൊരു ബാൽക്കണി പോലെയാണ് കേട്ടോ. നമുക്ക് ഇവിടെ നിന്നിട്ട് ലേക്ക് വ്യൂ ആണ് വരുന്നത്. ഇവിടെ ബോട്ടിങ്ങും വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ കിടക്കുന്ന ഒരു ബോട്ടാണ്. ബോട്ട് അതിലേക്ക് പോകാനായിട്ടാണ്. പിന്നെ അപ്പുറത്തെ സൈഡ് ഒരു കാട് പോലെയാണ് കിടക്കുന്നത്. ഫിഷിംഗ് റോഡ് ഉണ്ടായിരുന്നു, നമുക്ക് ഫിഷിംഗ് ചെയ്യാറുണ്ട്. സോ സ്വിമ്മിംഗ് പൂൾ ഇതാണ്. 2 മത്സ്യക്കന്യകൾ ഇങ്ങനെ കിടക്കാനാണ് കേട്ടോ. സോ വെള്ളം അത്ര നല്ലതല്ല, ഡേർട്ടാണ്. സോ കാരണം വെള്ളത്തിലൊന്നും ഇറങ്ങണമെന്നില്ല ഇവിടെ. അല്ലെങ്കിൽ അറിയാലോ, ഞാൻ എവിടെ ചെന്നാലും വെള്ളത്തിലിറങ്ങുന്ന ഒരു ആളാണ്. വെള്ളം ഡേർട്ടാ. സോ നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് പോവാം. ഇവിടെ ഉള്ളിൽ എങ്ങനെയാണ് നമുക്ക് കാണാം. Rota. Hello. Good morning.
എല്ലാവരും നേരത്തെ എത്തിയിട്ടുണ്ട്, പക്ഷെ കുറച്ച് പേര് മാത്രം ഇനി എത്താൻ കിടക്കുന്നുണ്ട് അല്ലേ? ആക്ച്വലി ഫ്ലൈങ് ഫിസിക്സ് ആണ്. ഞാനും എൻ്റെ വൈഫാണ്. എൻ്റെ പേര് കിരൺ, വൈഫ് രേഷ്മാണ്. ആക്ച്വലി ഇന്നൊരു വീഴ്ച വീണിട്ടുള്ള കാരണം പുള്ളിക്കാർക്ക് നടക്കാൻ പറ്റുന്നുണ്ട്. സോ അതുകൊണ്ട് അവിടെ ബാക്കിൽ തന്നെ പോകുന്നത്. ഓക്കെ, ഞാനൊരു സോഫ്റ്റ്വെയർ ഡെവലപ്പറാണ്. വൈഫ് HR ആയിരുന്നു, റിസൈൻ ചെയ്തു. സോ കംപ്ലീറ്റ്ലി യൂട്യൂബ് എന്നതിലാണ്. ബട്ട് ഇപ്പോൾ റീസെൻ്റ്ലി ഡിജിറ്റൽ മാർക്കറ്റിംഗ് സ്റ്റഡീസ് കഴിഞ്ഞു. ഇപ്പോൾ ഡിജിറ്റൽ മാർക്കറ്റിംഗിൽ കയറാനായിരുന്നു. സോ യൂട്യൂബ് തുടങ്ങാൻ കാരണം എൻ്റെ പാഷനാണ്, ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു കഴിഞ്ഞ കൊല്ലമാണ് സ്റ്റാർട്ട് ചെയ്തത്. നമുക്ക് ആക്ച്വലി ഫിഷിംഗ് ഇൻട്രസ്റ്റ് ആണ്. അറിയാം, നമുക്ക് എനിക്കവർക്ക് അറിയാലോ ഫിഷിംഗ് ഫിക്സിനെയൊക്കെ. ഇപ്പോൾ പുള്ളിക്കാരത്തേക്ക് ഒരു ഇത് കണ്ടിട്ടൊക്കെയാണ് അത് തുടങ്ങിയത്. സോ ഫിഷിംഗ് എന്ന് വെച്ചിട്ട് പക്ഷേ ഫിഷിംഗ് ഒന്നും ചെയ്യണില്ല. പിന്നെ ഇപ്പോൾ നമുക്ക് ഒരു ഡോഗ് ഉണ്ട്, ജെർമി എന്നാണ്. ഡോഗ്സിന്റെ കുറച്ച് വീഡിയോസ്, പിന്നെ ഫുഡ് റിവ്യൂസ്, അങ്ങനെ കുറച്ച് ഫ്രണ്ട്സിന്റെ ഫുഡിന്റെ റിവ്യൂസ് നടത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്ക് വരുന്നത് അങ്ങനെ കുറെ പേര്, കുറെ മോഡൽസ് നമ്മളെ വിളിച്ച് റിവ്യൂ ചെയ്യാനായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയാനുള്ളത്. പിന്നെ എന്താണ് പറയാനുള്ളത്? വേറൊന്നുമില്ല. ഇപ്പൊ നമുക്കൊരു 9K വീഡിയോസ് വന്നായിരുന്നു. പിന്നെ എനിക്ക് ആകെ എന്റെ ജോലി എന്ന് പറഞ്ഞാൽ വീഡിയോ എടുക്കുക, എഡിറ്റ് ചെയ്യുക, പബ്ലിഷ് ചെയ്യുക. ബാക്കിയെല്ലാം ചെയ്യുന്നത് വൈഫാണ്. ഇപ്പൊ ഫുള്ളും വൈഫ് തന്നെയാണ് എല്ലാം നോക്കി നടക്കുന്നത്. വേറൊന്നുമില്ല. താങ്ക് യു. ഇവിടെ പിന്നെ യൂട്യൂബേഴ്സിൻ്റെ ഫങ്ഷനിൽ ഡാൻസും പാട്ടും ഒക്കെ ഉണ്ടായിരുന്നു. അതിലൊരു ഡാൻസ് ടീച്ചർ ഡാൻസ് ചെയ്തായിരുന്നു. പിന്നെ കുട്ടികളുടെയൊക്കെ ആയിരുന്നു ഡാൻസും പാട്ടും ഒക്കെ ഉണ്ടായിരുന്നു. എല്ലാം നമുക്കങ്ങനെ ഒന്ന് ഫോക്കസ് ചെയ്ത് തീർക്കാൻ പറ്റില്ല. വെച്ചാൽ ഫുൾ ലെങ്തി ആവും എന്നുള്ള ഇതുള്ളതുകൊണ്ട് നമ്മളെല്ലാം ഇച്ചിരി ഷോർട്ടായിട്ട് ജസ്റ്റ് ഒരു ഇതെടുത്തുള്ളൂ. പിന്നെ ഇതിൽ പങ്കെടുത്ത എല്ലാവർക്കും മൊമെൻറ്റോ ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ പ്രോഗ്രാംസിനൊക്കെ പങ്കെടുത്തവർക്ക് ഒരു പ്രോത്സാഹന സമ്മാനം, ഒരു ചെറിയ ചെറിയ മൊമെൻറ്റോ ഒക്കെ കൊടുത്തിരുന്നു. ഞങ്ങൾ പിന്നെ അതിനൊന്നും നിന്നില്ല. എന്നുവെച്ചാൽ സമയം പോകുന്നുണ്ട് നമ്മൾ വേഗം റഷ് ചെയ്തു. അപ്പം നമുക്ക് മൊമെൻറ്റോ തന്നത് അവിടുത്തെ MVD ആണ് തന്നത്. സോ ഇതാണ് റെസ്റ്റോറൻറ്റ് വരുന്നത്. റെസ്റ്റോറൻറ്റ് ഉള്ളിലേക്ക് നമ്മൾ പോവുകയാണ്. നമ്മുടെ ലഞ്ച് ഇവിടെയാണ്. കൊള്ളാലോ. തോക്കൊക്കെ ഇട്ട പഴയകാലത്തെ തോക്കൊക്കെ, പഴയകാലത്തെ തോക്കൊക്കെ ഉണ്ടോ? ക്യൂ നിൽക്കണം അല്ലേ? എന്തെങ്കിലും സ്പെഷ്യൽ വേണ്ടേ അല്ലേ? So നമ്മുടെ ചീഫ് ഗസ്റ്റ് ഇവിടെ എത്തിയിട്ടുണ്ട്. So let us welcome Santosh Kumar on the stage to speak about something about our group meetup. ആളുടെ ഒരു പണി കിട്ടിയിട്ട് ഞാൻ പോകുന്നതാണ്. അതുകൊണ്ടാണ് ഇനിയൊരു പണി മേടിക്കാനുള്ള ഒരു ആരോഗ്യ ശരീരത്തിലില്ല. ഞാനിപ്പോ പറയാറുണ്ട്, എന്റെ ഞാൻ സംസാരിക്കുന്ന ക്ലാസ് വീഡിയോ എടുക്കരുതെന്ന് എല്ലാവരും പറയാറുണ്ട്. കാരണം എന്തെങ്കിലും നമ്മൾ പല കാര്യങ്ങളും പറയാറുണ്ട്. ഫ്ലൈങ് ഫിക്സ് ആണ് കൊടുക്കുന്നത്. ഞാനും എക്സ്ട്രാ വരുന്നുണ്ട് കേട്ടോ. ഇതെല്ലാം
ഗൈസ് ആക്ച്വലി ഞങ്ങൾ മീറ്റപ്പിൽ നിന്ന് വേഗം ഇറങ്ങി, അതെ വേഗം പോകാൻ. അതെ, വേഗം വീട്ടിലെത്താൻ വേണ്ടി പോയതാണ്. പക്ഷെ പണി കിട്ടിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടയർ പഞ്ചറായി. എന്നിട്ട് ടയർ പഞ്ചറായിട്ട് ആളെ വിളിച്ചിട്ട് ഒരു 3/4 മണിക്കൂർ അങ്ങനെ നീട്ടിട്ട് പോയി. ലാസ്റ്റ് നമുക്ക് വേറെ പരിചയമൊന്നുമില്ലല്ലോ, അപ്പൊ വെയിറ്റ് ചെയ്യേണ്ടി വന്നു. ലാസ്റ്റ് ടയർ മാറ്റി കഴിഞ്ഞ് ഞങ്ങള് ഒരു കാര്യം ആലോചിച്ചായിരുന്നു ഇവിടെ വന്നപ്പോ. വന്നു കഴിഞ്ഞിട്ട് ഒരു ഹണി കേക്ക് കഴിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പിന്നെന്ത് കേക്കാത്? ഡ്രീം കേക്ക്. ആ മോളുട്ടന്റെ ഡ്രീം കേക്കാണ്. മറ്റേ 5-in-1 ടോട്ടെ ഒറിജിനൽ കഴിക്കണമെന്ന് പറഞ്ഞുള്ള ഒരു മോഹം പറഞ്ഞിട്ട് എന്നോട് ഒറിജിനൽ ഇവിടെ നമ്മുടെ ഹണി സ്പെഷ്യൽ ഇതിൽ കിട്ടുമെന്നാണ്. ഇവിടെയാണല്ലോ അതിന്റെ ഫേമസ് സ്ഥലം. എന്നാ പിന്നെ ഇവിടുന്ന് കഴിച്ചിട്ട് പോവാന്ന് കരുതി. ആ പക്ഷെ ഇവിടെ എത്തിയപ്പോ എനിക്ക് വേറൊരു മോഹം വന്നു. കുറെ നാളായി ഞാൻ യൂട്യൂബിലല്ല ഇൻസ്റ്റയിൽ ഇങ്ങനെ സെർച്ച് ചെയ്ത് വന്ന് നമ്മുടെ ഹെൽമെറ്റ് ഹെഡ്സ് എന്ന് പറഞ്ഞ ഒരു ഷോപ്പില്ലേ, നമ്മുടെ ബൈക്കിന്റെ ഒക്കെ സെക്കൻഡ്സിന്റെ, അത് ദേ മുമ്പിലുണ്ട്. ഞാനത് ഇവിടെ കയറിയിട്ട് ഞാൻ പോകുള്ളൂ കേട്ടോ. അപ്പൊ അവിടെ പൂട്ടോ ഇല്ലെന്ന് എനിക്ക് അറിയാൻ പാടില്ല. ജസ്റ്റ് അവിടെ കയറണമെന്ന് ആഗ്രഹമുണ്ട്. കയറിയിട്ട് ഞാൻ അവിടെ വീഡിയോ ഒക്കെ നോക്കി. അവിടെ വീഡിയോ ചിലപ്പോൾ എടുക്കൂല, ഞാൻ എന്റെ ആഗ്രഹങ്ങൾക്ക് മാത്രമേ ഇവിടെ ഉള്ളൂ. അപ്പൊ ജസ്റ്റ് കണ്ടിട്ട് പോവും. അപ്പൊ നമുക്ക് കേക്ക് പോയി കഴിക്കാം. അങ്ങനെ നമ്മ 5-in-1 ടോട്ടെ ട്രൈ ചെയ്യാൻ പോണേണ്. ഓ ഇത് വോയിസ് ഇടാൻ പറ്റും ചാൻസില്ല കേട്ടോ. ഒറ്റക്കിരുന്ന് കഴിക്കണേന്ന്. അതെ, ഞാൻ ഇനി വീഡിയോ നിർത്തണേ കേട്ടോ, എനിക്ക് കഴിക്കട്ടെ. ഇത് ഇറ്റാലിയൻ ടാസ. നമുക്ക് ഇറ്റാലിയൻ ടാസ എങ്ങനെയുണ്ട് മോൾട്ടാ ഇറ്റാലിയൻ ടാസ? കിറങ്ങിയ വീട്ടിൽ പോണില്ല. ആനാ ഇവിടെ കിടക്കാൻ വേണോ? മോൾട്ട അറ്റ് ലാസ്റ്റ് നമ്മള് എറണാകുളത്ത് എത്തി. കൊച്ചി ചായ് കൊച്ചി എത്തി. ഞാനെന്താ കഴിക്കുന്നത്? ഷവായി. അതാണ് സാധനം. നമുക്ക് സാധാരണ ഗ്രിൽ ചിക്കൻ. അത് തന്നെ ഗ്രിൽ ചിക്കൻ വേണ്ടായിരുന്നു. പക്ഷെ വീട്ടിൽ ചെന്ന് പിന്നെ രാത്രി വിശക്കുന്നു കരുതിട്ട് ഞാൻ കഴിക്കുന്നു. എനിക്ക് വീട്ടിൽ ചെന്നൊന്നും എവിടെയെങ്കിലും പോയി ഒഴിഞ്ഞാൽ മതി, അല്ല തിരിമിച്ചാലോ ആലോചിക്കുക. അമ്മാതിരി വേദനയാണ്. എന്തൊരു അവൻസ് ഇൻസിഡന്റ് അങ്ങനെ ഇരിക്കുന്നു. കിരണെന്താ വരുന്നത്? ഫുഡ് അൽഫാം. എന്റെ ബിരിയാണിയുടെ വിഷമം തീർക്കാൻ വേണ്ടി അൽഫാം മന്തി വാങ്ങിച്ചു. അത് കഴിച്ച് കഴിഞ്ഞിട്ട് വീട്ടിൽ പോയിട്ട് ഉറങ്ങാം. അതാണ് എന്റെ പരിപാടി. ആസ് യൂഷ്വൽ എന്നും കിരണ് മന്തിയിലാരണ്ട് കൈവശം കൊടുത്തു. അൽറീമാണ് തപ്പി കിടന്ന് അത് ക്ലോസ് ചെയ്ത് പോയി. കഴിച്ച നോക്ക് കൊള്ളാം മകിന്. എപ്പോഴും കഴിക്കണല്ലോ ഇവിടെ. എന്താ പറയാ, നമ്മുടെ സ്റ്റേഡിയത്തിന്റെ ഇവിടെ റുമാലി റെസ്റ്റോറന്റിലാണ്. റുമാന റെസ്റ്റോറന്റ്. റുമാലി എന്ന് പറയുന്നത് മറ്റേ കഴിക്കുന്ന ഇതിനാണല്ലോ അല്ലേ? സോറി